നമസ്കാരം. എല്ലാവർക്കും SK അസ്ട്രോ ലൈഫിലേക്ക് സ്വാഗതം. മേടം രാശിക്കാരെ, 2026 സെപ്റ്റംബർ മാസം നിങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു മാസമാണ്. കാരണം ഈ മാസം ഗുരു, ശുക്രൻ, ബുധൻ എന്നിവയുടെ അനുകൂലമായ സ്വാധീനം കൂടാതെ നിങ്ങളുടെ രാശിനാഥനായ ചൊവ്വയുടെ ശക്തമായ സാന്നിധ്യം ജീവിതത്തിലെ പല മേഖലകളിലും നല്ല മാറ്റങ്ങൾക്ക് വഴിയൊരുക്കുന്നു. പ്രത്യേകിച്ച് സെപ്റ്റംബർ രണ്ടാം പകുതിയിൽ സാമ്പത്തിക കാര്യങ്ങളിലും കുടുംബ ബന്ധങ്ങളിലും വ്യക്തിജീവിതത്തിലും കൂടുതൽ നല്ല ഫലങ്ങൾ പ്രതീക്ഷിക്കാം. അതിലും പ്രധാനമായി സെപ്റ്റംബർ 18-ന് ചൊവ്വയും ഗുരുവും ചേരുന്ന സമയത്ത് ഉണ്ടാകുന്ന ഗുരു മംഗളയോഗത്തിന്റെ സ്വാധീനം പലർക്കും വലിയ മാറ്റങ്ങൾക്ക് കാരണമാകാം. അപ്പോൾ ഈ മാസം മേടം രാശിക്കാർക്ക് പണം എങ്ങനെയായിരിക്കും, ജോലി എങ്ങനെയായിരിക്കും, കുടുംബജീവിതം എങ്ങനെയായിരിക്കും, ഭാഗ്യം എപ്പോൾ കൂടുതൽ ശക്തമാകും, അതാണ് ഇന്നത്തെ വീഡിയോയിൽ വിശദമായി നോക്കുന്നത്. മേടം രാശിക്കാർക്ക് സെപ്റ്റംബർ മാസം പൊതുവെ പ്രതീക്ഷയും ആത്മവിശ്വാസവും വർദ്ധിക്കുന്ന മാസമായിരിക്കും. നാളുകളായി മനസ്സിൽ ആഗ്രഹിച്ചിരുന്ന ചില കാര്യങ്ങൾക്ക് മുന്നോട്ടു പോകാനുള്ള സാഹചര്യം ഉണ്ടാകാം. തടസ്സപ്പെട്ട കാര്യങ്ങൾ വീണ്ടും ആരംഭിക്കാം. ജോലിയിൽ പുതിയ ഉത്തരവാദിത്തങ്ങൾ ലഭിക്കാം. ബിസിനസ് ചെയ്യുന്നവർക്ക് പുതിയ ബന്ധങ്ങൾ ഉണ്ടാകാനും പുതിയ അവസരങ്ങൾ ലഭിക്കാനും സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് സെപ്റ്റംബർ രണ്ടാം പകുതി കൂടുതൽ ശ്രദ്ധിക്കേണ്ട സമയമാണ്. ഈ സമയത്ത് നിങ്ങളുടെ തീരുമാനങ്ങളിൽ വ്യക്തത വരും. ഇനി എന്താണ് ചെയ്യേണ്ടത് എന്ന ആശയക്കുഴപ്പം കുറയുകയും ലക്ഷ്യത്തിലേക്ക് കൂടുതൽ ആത്മവിശ്വാസത്തോടെ മുന്നോട്ടു പോവുകയും ചെയ്യും. മേടം രാശിക്കാർക്ക് ഈ മാസം ഏറ്റവും ശ്രദ്ധേയമായ കാര്യങ്ങളിൽ ഒന്നാണ് ശുക്രന്റെ അനുകൂല സ്ഥാനം. പ്രത്യേകിച്ച് സെപ്റ്റംബർ രണ്ടാം പകുതിയിൽ ശുക്രൻ 7-ാം ഭാവത്തിൽ ഉച്ചസ്ഥിതിയിൽ വരുന്നത് ബന്ധങ്ങളിലും സാമ്പത്തിക കാര്യങ്ങളിലും അനുകൂല ഫലങ്ങൾ നൽകുന്ന സമയമായി കാണാം. വിവാഹിതരായവർക്ക് പങ്കാളിയുമായി കൂടുതൽ അടുപ്പം ഉണ്ടാകാം. വിവാഹം ആലോചിക്കുന്നവർക്ക് നല്ല ആലോചനകൾ വരാനുള്ള സാധ്യതയും കാണാം. ബിസിനസ് പങ്കാളിത്തത്തിൽ ഉള്ളവർക്ക് ഈ സമയം പ്രയോജനകരമാകാം. പണത്തിന്റെ കാര്യത്തിൽ മെച്ചപ്പെട്ട സാഹചര്യം ഉണ്ടാകാം. വരുമാനം വർദ്ധിപ്പിക്കാൻ പുതിയ മാർഗങ്ങൾ കണ്ടെത്താൻ കഴിയും. അതിനാൽ സെപ്റ്റംബർ രണ്ടാം പകുതി മേടം രാശിക്കാർക്ക് പ്രത്യേകം പ്രയോജനപ്പെടുത്തേണ്ട സമയമാണ്. ഇനി വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, ബുധൻ 6-ാം ഭാവത്തിൽ നിൽക്കുന്നതിലൂടെ വിപരീത രാജയോഗത്തിന്റെ സ്വഭാവമുള്ള ഫലങ്ങൾ ലഭിക്കാൻ സാധ്യതയുണ്ട്. ആദ്യ നോട്ടത്തിൽ 6-ാം ഭാവത്തിലെ സ്ഥാനം ചിലർക്ക് ആശങ്ക ഉണ്ടാക്കാം. പക്ഷേ ഇവിടെ പ്രധാനപ്പെട്ടത് അതിന്റെ വിപരീത ഫലങ്ങളാണ്. മത്സരങ്ങൾ ഉണ്ടെങ്കിൽ അതിനെ അതിജീവിക്കാനുള്ള കഴിവ് വർദ്ധിക്കും. ജോലിസ്ഥലത്ത് നിങ്ങളെ പിന്നിലാക്കാൻ ശ്രമിക്കുന്നവരെ മറികടക്കാൻ കഴിയും. നാളുകളായി നേരിടുന്ന ചെറിയ തടസ്സങ്ങൾ ക്രമേണ മാറാം. കടം, സാമ്പത്തിക ബാധ്യത, നിയമപരമായോ ഔദ്യോഗികപരമായോ ഉള്ള ചില പ്രശ്നങ്ങൾ എന്നിവയിൽ ആശ്വാസം ലഭിക്കാനുള്ള സാഹചര്യം ഉണ്ടാകാം. മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികൾക്കും ഈ സമയം അനുകൂലമാണ്. ബുദ്ധിശക്തിയും കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള കഴിവും വർദ്ധിക്കുന്നതിനാൽ പഠനത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയും. അതുകൊണ്ട് എനിക്ക് ഈ പ്രശ്നത്തിൽ നിന്നും എങ്ങനെ പുറത്തുവരും എന്ന് ചിന്തിച്ചിരുന്നവർക്ക് സെപ്റ്റംബർ ഒരു പുതിയ വഴി കാണിച്ചു തരുന്ന മാസമാകാം. ഇനി ഈ മാസത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട തീയതിയിലേക്ക് വരാം. സെപ്റ്റംബർ 18. സെപ്റ്റംബർ 18-ന് ചൊവ്വയും ഗുരുവും ചേരുന്ന സമയം. മേടം രാശിയുടെ അധിപനായ ചൊവ്വയും ഗുരുവും ഒന്നിക്കുന്നതിനാൽ ഈ സമയം പ്രത്യേകം പ്രാധാന്യമുള്ളതാണ്. ഇതിനെ ഗുരു മംഗളയോഗത്തിന്റെ അനുകൂല സ്വാധീനമായി കാണാം. ആത്മവിശ്വാസം വർദ്ധിക്കും. ധൈര്യത്തോടെ തീരുമാനങ്ങൾ എടുക്കാൻ കഴിയും. ജോലിയിൽ പുതിയ അവസരങ്ങൾ ലഭിക്കാം. ബിസിനസ് ചെയ്യുന്നവർക്ക് വികസനത്തിനുള്ള ചിന്തകൾ വരാം. ഒരു കാര്യം ഓർമ്മപ്പെടുത്താണ്, ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യണേ. നിക്ഷേപം, സാമ്പത്തിക ആസൂത്രണം, പുതിയ സംരംഭങ്ങൾ തുടങ്ങിയ കാര്യങ്ങളിൽ കൂടുതൽ വ്യക്തത ലഭിക്കാം. പക്ഷെ ഒരു കാര്യം ശ്രദ്ധിക്കണം, അമിതമായ ആത്മവിശ്വാസം കൊണ്ട് പെട്ടെന്ന് തീരുമാനമെടുക്കാതെ കാര്യങ്ങൾ പരിശോധിച്ച് മുന്നോട്ടു പോകുന്നതാണ് ഏറ്റവും നല്ലത്. അങ്ങനെ ചെയ്താൽ ഈ യോഗത്തിന്റെ അനുകൂല ഊർജം കൂടുതൽ ഫലപ്രദമായി ഉപയോഗിക്കാൻ കഴിയും. ഈ മാസത്തിന്റെ ഗുരു-ചന്ദ്ര ബന്ധത്തിന്റെ അനുകൂല സ്വാധീനവും മാനസികമായി ആശ്വാസം നൽകുന്ന രീതിയിൽ അനുഭവപ്പെടാം. മനസ്സിലെ ആശങ്കകൾ കുറയാം. കുടുംബത്തിൽ സന്തോഷകരമായ അന്തരീക്ഷം ഉണ്ടാകാം. വീട്ടിൽ ഒരു നല്ല വാർത്ത കേൾക്കാനുള്ള സാധ്യതയുണ്ട്. നാളുകളായി സംസാരിക്കാതെ അകന്നു നിന്നിരുന്ന ബന്ധുക്കളുമായി വീണ്ടും ബന്ധപ്പെടാൻ സാഹചര്യം ഉണ്ടാകാം. മാതാപിതാക്കളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലും ആശ്വാസം ലഭിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഈ മാസം പണം മാത്രം നോക്കേണ്ട മാസമല്ല, മനസ്സിനും കുടുംബത്തിനും സന്തോഷം നൽകുന്ന മാസം കൂടിയാണ്. ഇനി ശനി 11-ാം ഭാവത്തിൽ നിൽക്കുന്നതിന്റെ ഫലങ്ങൾ നോക്കാം. 11-ാം ഭാവം ലാഭം, വരുമാനം, ആഗ്രഹ സാഫല്യം, സൗഹൃദങ്ങൾ, പിന്തുണ എന്നിവയുമായി ബന്ധപ്പെട്ടതാണ്.
അതുകൊണ്ട് ശനി ഇവിടെ നൽകുന്ന ഫലങ്ങൾ പലപ്പോഴും പതുക്കെയായിരിക്കും, പക്ഷെ സ്ഥിരതയുള്ളതായിരിക്കും. ഈ മാസം വരുമാനത്തിൽ സ്ഥിരത നേടാനുള്ള സാധ്യതയുണ്ട്. നാളുകളായി കാത്തിരുന്ന പണം ലഭിക്കാം. ജോലിയുമായി ബന്ധപ്പെട്ട് സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാകാം. പഴയ ബന്ധങ്ങളിലൂടെ പുതിയ അവസരങ്ങൾ ലഭിക്കാം. ഇവിടെ മറ്റൊരു പ്രധാന കാര്യം ഗുരുവിൻ്റെ ദൃഷ്ടിയാണ്. ഗുരുവിൻ്റെ അനുകൂല ദൃഷ്ടി 11ാം ഭാവവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് കൂടുതൽ പോസിറ്റീവ് സ്വാധീനം നൽകുന്നതിനാൽ വരുമാനവും നേട്ടങ്ങളും ക്രമേണ മെച്ചപ്പെടാനുള്ള സാധ്യത കാണാം. കുടുംബജീവിതത്തിൻ്റെ കാര്യത്തിൽ ഈ മാസം മേടം രാശിക്കാർക്ക് വളരെ സന്തോഷകരമായ അനുഭവങ്ങൾ ലഭിക്കാം. വീട്ടിലെ അന്തരീക്ഷം മെച്ചപ്പെടും. കുട്ടികളുടെ കാര്യത്തിൽ സന്തോഷം ലഭിക്കും. കുടുംബത്തിൽ ഒരു ആഘോഷം അല്ലെങ്കിൽ സന്തോഷ വാർത്ത ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. വിവാഹം ആഗ്രഹിക്കുന്നവർക്ക് നല്ല ആലോചനകൾ വരാം. പ്രണയബന്ധത്തിലുള്ളവർക്ക് ബന്ധം കൂടുതൽ ശക്തമാക്കാൻ സാധിക്കും. പ്രധാനമായി ചെറിയ കാര്യങ്ങൾക്ക് അമിതമായി പ്രതികരിക്കാതെ പരസ്പരം മനസ്സിലാക്കി മുന്നോട്ട് പോയാൽ ഈ മാസത്തിൻ്റെ നല്ല ഗ്രഹസൂചനകൾ കൂടുതൽ പ്രയോജനപ്പെടുത്താം. ആരോഗ്യത്തിൻ്റെ കാര്യത്തിലും ഈ മാസം പൊതുവെ അനുകൂലമായ ഫലങ്ങളാണ് കാണുന്നത്. വലിയ ആശങ്കകൾ ഇല്ലാതെ മുന്നോട്ട് പോകാൻ സാധിക്കും. ശാരീരിക ഊർജവും ആത്മവിശ്വാസവും വർദ്ധിക്കാം. എങ്കിലും ചൊവ്വയുടെ സ്വാധീനം ഉള്ളതിനാൽ അമിതമായ അധ്വാനം, ഉറക്കക്കുറവ്, ഭക്ഷണക്രമത്തിലെ അശ്രദ്ധ എന്നിവ ഒഴിവാക്കുന്നത് നല്ലതാണ്. സമയത്ത് ഭക്ഷണം കഴിക്കുക, ഉറക്കത്തിന് പ്രാധാന്യം നൽകുക. അപ്പോൾ മേടരാശിക്കാർക്ക് ഈ മാസം ഏറ്റവും ശ്രദ്ധിക്കേണ്ട സമയം ഇതാണ്: സെപ്റ്റംബർ 2ാം പകുതി, പ്രത്യേകിച്ച് സെപ്റ്റംബർ 18-ന് ശേഷം ചൊവ്വ ഗുരു സംയോജനത്തിൻ്റെ സ്വാധീനം കൂടുതൽ ശ്രദ്ധേയമാകുന്നതിനാൽ പുതിയ തീരുമാനങ്ങൾക്കും മുന്നേറ്റങ്ങൾക്കും ഈ സമയം ഉപയോഗപ്പെടുത്താം. പണം, ജോലി, ബിസിനസ്, കുടുംബം, ബന്ധങ്ങൾ പല മേഖലകളിലും മുന്നേറ്റത്തിന് അവസരങ്ങൾ ലഭിക്കാം. അതിനാൽ സെപ്റ്റംബർ ആദ്യ പകുതിയിൽ കാര്യങ്ങൾ പതുക്കെയാണെന്ന് തോന്നിയാലും നിരാശപ്പെടേണ്ടതില്ല. 2ാം പകുതിയിൽ കാര്യങ്ങൾ കൂടുതൽ അനുകൂലമായി മാറാനുള്ള സാധ്യതയുണ്ട്. ചുരുക്കത്തിൽ പറഞ്ഞാൽ മേടം രാശിക്കാർക്ക് 2026 സെപ്റ്റംബർ മാസം പ്രതീക്ഷ നൽകുന്ന ഒരു മാസമാണ്. വരുമാനത്തിൽ പുരോഗതി, ജോലിയിൽ മുന്നേറ്റം, വിപരീത രാജയോഗത്തിൻ്റെ നേട്ടങ്ങൾ, ശുക്രൻ്റെ അനുകൂല ഫലങ്ങൾ, സെപ്റ്റംബർ 18-ന് ഗുരു മംഗളയോഗത്തിൻ്റെ സ്വാധീനം, ഗുരു ചന്ദ്രയോഗത്തിൻ്റെ അനുകൂലത, ശനിയുടെ ലാഭസ്ഥാനത്തെ സ്വാധീനം, കുടുംബത്തിൽ സന്തോഷം, ബന്ധങ്ങളിൽ സ്നേഹം, ആരോഗ്യത്തിൽ പൊതുവെ നല്ല ഫലങ്ങൾ. ഇങ്ങനെ നോക്കുമ്പോൾ ഈ മാസം പോസിറ്റീവ് എനർജി നിറഞ്ഞ ഒരു മാസമായി മാറാനുള്ള സാധ്യതയുണ്ട്. ഈ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ. ഇത് പൊതുവായ ഫലങ്ങളാണ്. വ്യക്തിഗത ജാതകത്തിലെ ഗ്രഹസ്ഥാനങ്ങൾ അനുസരിച്ച് ഫലങ്ങളിൽ വ്യത്യാസമുണ്ടാകാം. ചാനലൊന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യണേ.